السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلله فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام. ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നോടും തുടർന്ന് ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. നാം വസിക്കുന്ന ഈ ഭൂമി ഒരിക്കലും നശിക്കുകയില്ല എന്നായിരുന്നു ശാസ്ത്രലോകം മുമ്പ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ശാസ്ത്രം വീണ്ടും വളർന്നു, വളരെ ശാസ്ത്രീയ രംഗത്ത് വളരെ ഉന്നതമായ ഉത്തുംഗതയിൽ എത്തിയപ്പോൾ അവരാ ധാരണ, ആ വിശ്വാസം അവർ തിരുത്തി. ഭൂമി നശിക്കും തീർച്ചയാണ് എന്നവർ പറഞ്ഞു. കാരണം സൂര്യന് ഒരു നിശ്ചിത ആയുസ്സാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ശാസ്ത്രീയമായിട്ട് ലോകം നശിക്കുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ശാസ്ത്രീയമായി തെളിയിച്ചൊരു കാര്യമാണ് സൂര്യന് ഒരു നിശ്ചിത ആയുസ്സാണ് ഉള്ളത് എന്ന്. അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം അതിൻ്റെ കണക്ക്. ഏകദേശം അതിന് ആയുസ് കണക്കാക്കുന്നത് 15 ബില്യൺ വർഷമാണ്. നമുക്കറിയാം, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. അപ്പോൾ 100 കോടി ആകുമ്പം 15 ബില്യൺ 1500 കോടി വർഷം ആണ് സൂര്യൻ്റെ ആയുസ്സായി കണക്കാക്കപ്പെടുന്നത്. ശാസ്ത്രീയമായ വിവരമാണ്. അതിൽ സൂര്യൻ്റെ ഇതുവരെയുള്ള ആയുസ് കണക്കാക്കിയാൽ ഇനി ഏകദേശം ഒരു 4 ബില്യൺ മാത്രമാണ് ബാക്കിയുള്ളത്. എന്ന് പറഞ്ഞാൽ 400 കോടി. അതങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ സൂര്യൻ നശിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ ഭൂമി ഇല്ലാതാവും എന്നുള്ളതാണ്. കാരണം സൂര്യൻ്റെ ഇന്ധനം കത്തിത്തീരുന്നതോടുകൂടി അതിൻ്റെ വലുപ്പം വർദ്ധിക്കും. അതങ്ങനെ വികസിച്ച് അത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചേരുകയും അങ്ങനെ അവസാനം അതും കടന്ന് പുറത്തേക്ക് പോകുകയും അപ്പോൾ ഭൂമി അതിൻ്റെ ഉള്ളിലായിത്തീരും. മറ്റു ഗ്രഹങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലായിത്തീരും. അങ്ങനെ ഈ ഭൂമിയിലെ ജീവിതം ദുസ്സഹമാകും. ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ലോകത്തിൻ്റെ ഒരു അന്ത്യമുണ്ട് എന്ന് ശാസ്ത്രീയമായ ഒരു അറിവാണ്. അതെല്ലാവർക്കും അറിയാം. എന്തായാലും മനുഷ്യൻ മരിക്കുന്നത് പോലെ, മനുഷ്യനൊരു ഒരു ആയുസ്സുണ്ടല്ലോ ഇവിടെ, മനുഷ്യൻ മരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം അത് അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് മാറ്റം വരും, ഇത് നശിക്കുമെന്ന് തന്നെയാണ് ഖുർആന്റെ വചനം നമുക്ക് മനസ്സിലാക്കുക. കുല്ലു ഷൈഇൻ ഹാലിക് എന്നാണ്. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു.
എല്ലാം നശിക്കും, എല്ലാം പെട്ടു, എല്ലാം നശിക്കും, അള്ളാഹുവിൻ്റെ വജ്ഹ് ഒഴികെ എന്നുള്ള ഖുർആനിക വചനം സൂറത്ത് ഖസസ് 28-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വചനം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലും നാശം സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് ഭൂമി നശിച്ചാലും പ്രശ്നമില്ല, വേറെയും ഗോളങ്ങളുണ്ട്, മനുഷ്യൻ അങ്ങോട്ട് ചേക്കേറി താമസിക്കാം, അവിടെ കോളനി സ്ഥാപിക്കാം, അവിടെ നല്ല അന്തരീക്ഷമുണ്ട്, മനുഷ്യന് ജീവിക്കാൻ പറ്റിയ അവസ്ഥ അവിടെയുണ്ട്, ഓക്സിജൻ ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നു. അത് മനുഷ്യവാസത്തിന് അനുയോജ്യമാണ് എന്നൊക്കെയാണ്. പക്ഷേ ഇതൊന്നും സത്യത്തിൽ ഒരു യാഥാർത്ഥ്യമല്ല, അതൊന്നും വിശ്വസിക്കാവുന്നതല്ല. മനുഷ്യന് ജീവിക്കാൻ അനുകൂലമായൊരു കാലാവസ്ഥ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഭൂമിയിലാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വചനം അത് നമുക്ക് കാണാൻ സാധിക്കും. ജീവജാലങ്ങൾക്ക് വസിക്കാൻ എല്ലാവിധ സൗകര്യവുമുള്ളൊരു ഭൂമി. അമ്മൻ ജഅലൽ അർള ഖറാറ, നിങ്ങൾക്ക് ഭൂമി അവൻ ജനവാസയോഗ്യമാക്കി എന്ന് ഖുർആൻ ഒരു ചോദ്യ രൂപത്തിൽ പറയുന്നു. ചോദ്യം, ജനവാസയോഗ്യമാക്കിയില്ലേ എന്നുള്ളൊരു പ്രയോഗം. അപ്പൊ ജീവിക്കാൻ, മറ്റു ഗോളങ്ങൾ ജീവിക്കാൻ കഴിയുമെന്നുള്ളത് ഭൗതികമായ തലത്തിലൂടെ ചിന്തിക്കുമ്പോൾ ഉള്ളൊരു വിശ്വാസമായിരിക്കാം, അങ്ങനെ ഒരു തോന്നലായിരിക്കാം. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൊക്കെ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന മനുഷ്യന് ഭൂമിയിലല്ലാതെ വേറൊരു ഗോളത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ജീവജാലങ്ങൾക്ക്, കാരണം നമുക്കറിയാം ജീവജാലങ്ങൾക്ക് ഇവിടെ വസിക്കാൻ പറ്റിയ എല്ലാ സൗകര്യമുണ്ട്. ഇപ്പോൾ ആകാശത്തെ മേൽപ്പുരയാക്കി മുകളിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെയും അതുപോലെ തന്നെ ഉൽക്കകളെയൊക്കെ തടുത്തു നിർത്താനുള്ള അന്തരീക്ഷ പാടികൾ അള്ളാഹു സൃഷ്ടിച്ചു. അതൊന്നും മറ്റു ഗോളങ്ങളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാം യഥേഷ്ടം മനുഷ്യനിവിടെ ശ്വസിച്ചും യഥേഷ്ടം ഭക്ഷണം കഴിച്ചും യഥേഷ്ടം വെള്ളം കുടിച്ചും സുഖമായി ജീവിക്കാൻ പറ്റിയൊരു ഇടം ഭൂമി തന്നെയാകുന്നു എന്ന് തന്നെയാണ് ഖുർആനിൻ്റെ ഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വജഅൽനൽ അർള മിഹാദ, നിങ്ങൾക്ക് ഭൂമിയെ തൊട്ടിലാക്കി തന്നില്ലേ. വൽ അർള മദദ്നാഹ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, നിങ്ങൾക്ക് ഭൂമിയെ പരത്തി വിശാലമാക്കി. ഇപ്പൊ ഭൂമിയും മുമ്പ് പരന്നിട്ടാണെന്ന് വിശ്വസിച്ചിരുന്നല്ലോ. പക്ഷെ ഭൂമി ഉരുണ്ടിട്ടല്ലേ, നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. നമ്മളൊരു ഭൂമിയുടെ ഒരു തമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്, ഒരു ഭാഗം എത്രേ കരയുള്ളൂ, അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭൂമിയുടെ കിടപ്പ്, ഭൂമിയെ വിശാലമാക്കി പരത്തി എന്നൊക്കെ. വൽ അർളി വമാ തുഹേഹ, സൂറത്ത് വാശിയിലെ വചനമാണ്. ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല, അതങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു. മിസ്തഹ് ത്വഹ പരത്തി, നമ്മൾ പരത്തുന്ന പത്തിരി പരത്തുന്ന ഇതിൽ മിസ്തഹ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഭൂമിയെ ഭൂമിയെ നിങ്ങൾക്ക് പരത്തിയില്ലേ, നീട്ടി വിശാലമാക്കിയില്ലേ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പൊന്നോണമാക്കിയില്ലേ, നിങ്ങൾക്ക് തൊട്ടിലാക്കിയില്ലേ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഭൂമി നശിച്ചാലും വേറെ ഏതെങ്കിലും ഗോളങ്ങളിൽ താമസിക്കാം എന്ന് പറയുന്നത് ഭൗതിക കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നത് കൊണ്ടുള്ള ഒരു വ്യാമോഹം മാത്രമാണ് എന്നേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, ഈ പ്രപഞ്ചത്തിന്റെ, ഈ നാം കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം ഒരു മഹാവിസ്ഫോടനത്തിലൂടെ, നമ്മൾക്ക് പഠിച്ച ബിഗ് ബാങ് തിയറി അറിയാത്ത ആളുകളില്ല. ശാസ്ത്രീയമായി കുറഞ്ഞ അറിവുള്ള ആളുകൾക്ക് തന്നെ അറിയുന്ന വിഷയമാണ്. അതൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ബിഗ് ബാങ് തിയറി എന്ന ശാസ്ത്രം സംബന്ധിച്ച കാര്യമാണ്. ഒരു പൊട്ടിയൊരു വിസ്ഫോടനത്തിലൂടെയാണ് ഒരൊറ്റ ദ്രവ്യം, ഒരു ഗോളമായിരുന്നു, അത് ചിന്നിച്ചിതറി ഇങ്ങനെയായിട്ട് ഓരോ ഗോളങ്ങളായി വേറെ വേറെ ഓരോ പൊസിഷനിൽ അത് നിന്ന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. സൗരയൂഥം എന്ന് നമ്മൾ പഠിച്ച ആ സൗരയൂഥം ഉണ്ടാകുക ഈ മഹാവിസ്ഫോടനത്തിലൂടെയാകുന്നു. അത് ഖുർആൻ വചനം അതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. സൂറ അംബിയയിലെ 30-ാമത്തെ വചനം നമുക്ക് കാണാം, 21-ാം അധ്യായം. അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. അവലം യറല്ലദീന കഫറു, അവിശ്വാസികൾ കാണുന്നില്ലേ, അന്നസ് സമാവാതി വൽ അർള, ആകാശങ്ങളും
ഭൂമിയും കാനത റത്ഖൻ, അത് ഒട്ടിച്ചേർന്നതായിരുന്നു, കൂടിച്ചേർന്ന് നിൽക്കുന്നതായിരുന്നു ആകാശങ്ങളും ഭൂമിയും. 7 ആകാശവും ഭൂമിയും. 7 ആകാശമുണ്ട് എന്നുള്ളത് സബഅ സമാവാത്ത് ഖുർആൻ അടിക്കടി പറയുന്ന കാര്യമാണ്. അത് ശാസ്ത്രീയമായി തെളിയിച്ച കാര്യം തന്നെയാണ്. ഭൂമിയും ഒക്കെ ഒട്ടിച്ചേർന്നതായിരുന്നു. ഫഫതഖ്നാഹുമാ, നാം അവ രണ്ടിനെയും പിളർത്തി എന്നുള്ളതാണ്. ഒരു ഉഗ്രസ്ഫോടനത്തിലൂടെ അത് പൊട്ടിത്തെറിച്ച് അത് ഓരോ ഒക്കെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നും അതിൻ്റെ ആ ഒരു പരിണാമം സംഭവിച്ച് ഈ ഒരു അവസ്ഥയിലായി എന്നുള്ളത് തന്നെയാണ്. ഗോളങ്ങളെല്ലാം അവരുടെ ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ശാസ്ത്രം സമ്മതിച്ചു, ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്, നമുക്കറിയാം. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, സൂര്യനും ചന്ദ്രനും ഗോളങ്ങളൊക്കെ അതിൻ്റെ കൃത്യമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സൂറത്ത് അംബിയായിലും സൂറ യാസീനിലൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അല്ലേ, ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലൽ ലൈലു സാബിഖുൻ നഹാർ, സൂര്യനോ ചന്ദ്രനോ അങ്ങോട്ടോ കൂടിച്ചേരുകയില്ല, രാവും പകലും അങ്ങോട്ട് മാറുക. അതൊക്കെ കൃത്യമായി അതിൻ്റെ സഞ്ചാര മേഖലയിലൂടെ അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പടച്ചവൻ അതിന് നിശ്ചിത കാലം വരെ അതിൻ്റെ സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഒരു മഹാവിസ്ഫോടനത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഈ പ്രപഞ്ചം, നാം കാണുന്ന യൂണിവേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ഈ പ്രപഞ്ചം, അതേപോലെ തന്നെ ഒരു സ്ഫോടനത്തിലൂടെ അല്ലെങ്കിൽ ഒരു തകർച്ചയിലൂടെ വീണ്ടും നശിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയും. അതങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ഖുർആനിന്റെ നിരവധി വചനങ്ങൾ നമ്മളെ കോതിവിടാറുണ്ട്. അല്ലേ, നമുക്കറിയാം, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അവന്റെ കൽപ്പന, അള്ളാഹുവിന്റെ ഓർഡർ വരുമ്പോൾ അത് ആ നാശം സംഭവിക്കുമെന്നുള്ളത്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമി അതിന്റെ വിറപ്പിക്കപ്പെട്ടാൽ, അല്ലേ എന്നുള്ള പ്രയോഗം. അതേപോലെ കല്ലാ ഇദാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, ഭൂമി അതൊരിടിച്ചു തകർക്കപ്പെട്ടാൽ, വഹുമിലത്തിൽ അർദു വൽ ജിബാലു ഫദുക്കതാ ദക്കതൻ വാഹിദ, ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുക്കപ്പെടുകയും അത് ഒരൊറ്റ ഇടിച്ചു തകർക്കൽ. അങ്ങനെ പല പ്രയോഗങ്ങൾ ഖുർആൻ, അതിൻ്റെ പ്രയോഗം തന്നെ ഒരു നമുക്ക് മനസ്സിലേക്ക് കയറുന്ന രൂപത്തിലുള്ളൊരു ശൈലിയാണത്. അല്ലേ, കുല്ലു മൻ അലൈഹ ഫാൻ, ഈ ഭൂമുഖത്തുള്ള എല്ലാം നശിക്കും. ഈ ഭൂമുഖത്തുള്ള മനുഷ്യരടക്കമുള്ള സർവ്വ ജീവജാലങ്ങൾക്കും അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അവ ആ സമയത്തെത്തിയാൽ ഇവിടെ നിന്ന് യാത്ര പോകും. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരവസാനമുണ്ട്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് അവതാളത്തിലാവുന്നൊരു ദിനം വരാനുണ്ട്. അതിൻ്റെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് അത് താളം തെറ്റി ഈ ഒരു അവസ്ഥ, അതിൻ്റെ ആ സന്തുലിതാവസ്ഥക്ക് മാറ്റം വന്ന് ഇവിടെ ജനവാസ യോഗ്യമല്ലാത്തൊരവസ്ഥ ഈ ഭൂഗോളത്തിൽ നമുക്ക് സംഭവിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നാം വസിക്കുന്ന ഈ ഭൂമി അത് വിറകൊള്ളാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ, ഭൂമി അതിൻ്റെ ഉള്ളിലുള്ള ഭാരങ്ങളെയൊക്കെ പുറന്തള്ളുന്ന ഒരു ദിവസം അങ്ങനെ വരാനുണ്ട്. നാം സാധാരണ ഭൂജലങ്ങൾ അങ്ങിങ്ങായി ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ കേൾക്കാറുണ്ട്. ഇന്ന സ്ഥലത്ത് ഇത്ര സെക്ടർ സ്കെയിലിൽ ഭൂകമ്പം നടന്നു, മണിക്കൂറിൽ ഇത്ര, ഓരോ പ്രകൃതി ക്ഷോഭങ്ങൾ നമ്മളൊക്കെ അറിയാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്, കണ്ണുകൊണ്ട് നമ്മൾ കാണാറുണ്ട്. നേരിട്ടല്ലെങ്കിലും കൃത്യമായി അത് നടക്കുന്നു. ഭൂമിയുടെ ഉള്ളിലുള്ള എല്ലാം പുറന്തള്ളി അത് പൊടിയായി പൊടിച്ച് തകർത്ത്, വഇദൽ അർദു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത്, ഭൂമിയിലുള്ളത് പുറന്തള്ളുമ്പോൾ ഭൂമിന്റെ ഉള്ളിലൊക്കെ കാലിയാകും എന്ന് ഖുർആൻ പറയുന്നു. മാത്രമല്ല, നമ്മുടെ അനുമാനങ്ങൾക്ക്, നമ്മുടെ ചിന്തകൾക്കും അതീതമായി കൊണ്ട് അത് ആകെ മാറ്റം വരുന്നൊരവസ്ഥ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ പ്രപഞ്ചം നശിക്കും. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന, അത് കാണാത്തതുമായ എല്ലാറ്റിനും പ്രപഞ്ചം തന്നെയാണ് പറയുക. അണു മുതൽ എല്ലാം ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ ഉൾക്കൊള്ളും. ഭൗതികമായ എല്ലാ വസ്തുക്കളും, ഊർജവും, നക്ഷത്രങ്ങളും, ഗോളങ്ങളും എല്ലാം തുടങ്ങിയതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അത് അള്ളാഹു നിശ്ചിത അവധി അതിന് വെച്ചിട്ടുണ്ട്. അത് അന്ന് സംഭവിക്കും, അത് തകരും. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ,
എല്ലാം നശിക്കും, അവന്റെ മുഖം മാത്രം അവശേഷിക്കും. ഇതാണ് അന്ത്യസമയം എന്ന് പറയുന്നത്. അന്ത്യസമയത്തിന് പല പേരുകൾ ഖുർആൻ പറഞ്ഞു. സാധാരണ നമ്മൾ യൗമുൽ ആഖിർ എന്ന് പറയാറുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ നിരവധി, നമ്മളൊക്കെ ഖുർആൻ വായിച്ച് ഇങ്ങനെ പേജുകൾ മറിക്കാറുണ്ടല്ലോ, നമ്മൾ വായിക്കുന്ന അസ്സാഅ എന്ന അന്ത്യസമയത്തിൽ പറയാറുണ്ട്. അതേപോലെ യൗമുൽ വഈദ്, വാഗ്ദത്ത ദിനം, യൗമുത് തഗാബുൻ, നശിക്കുന്ന ദിനം, അതേപോലെ യൗമുദ്ദീൻ, യൗമുൽ മിആദ്, അൽ ഹാഖ ഒരു സൂറത്തിന്റെ പേരാണ്. ആ മഹാസംഭവം, അൽ ഖാരിഅ മുട്ടിയലക്കുന്ന സംഭവം, അല്ലേ, അൽ വാഖിഅ, അത്വാമ്മത്തുൽ കുബ്ര, അസ്സാഖ, ഈ രൂപത്തിലുള്ള ഖുർആനിക പ്രയോഗങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അല്ലേ. അൽ ഫസഉൽ അക്ബർ, അസ്വസ്ഥമാവുന്ന ഏറ്റവും വലിയൊരു സംഭവം. യൗമുൽ ഹസ്ര, ദുഃഖത്തിന്റെ ദിനം. യൗമുൽ ഫസ്ൽ, യൗമുൽ മആബ്, യൗമുൽ ഖുലൂദ്, യൗമുൽ ഖുറൂജ്, യൗമുൽ ബഅസ്, യൗമുൽ ഹശ്ർ. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ പറയുന്ന അന്ത്യദിനത്തിൽ 80ഓളം പേരുകൾ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. 80ഓ അതിലധികമോ പേരുകൾ അതിൻ്റെ ഗൗരവവും ഗാംഭീര്യവും തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങൾ ഖുർആൻ പ്രയോഗിച്ചതായി കാണാൻ സാധിക്കും. ഞാൻ ഈ സൂചിപ്പിച്ച പദങ്ങളെല്ലാം അതിൻ്റെ ഗാംഭീര്യം വിളിച്ചോതുന്ന പദങ്ങളാണ്. അതിൻ്റെ അർത്ഥമൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ആയത്തുകളൊക്കെ ഓതുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു നമ്മുടെ മനസ്സിൽ തന്നെ അതൊരു ഭക്തിയോടുകൂടി നമ്മൾ ഓതുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, എപ്പോഴാണ് അന്ത്യസമയം സംഭവിക്കുക, ആർക്കാണ് അതറിയാം? നബിക്ക് പോലും അറിഞ്ഞിട്ടില്ല. നബി അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അന്ത്യസമയം എപ്പോഴാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. യസ്അലൂനക അനിസ്സാഅ, മുഹമ്മദേ, അവർ നിന്നോട് അന്ത്യസമയത്തെ കുറിച്ച് ചോദിക്കുന്നു. അയ്യാന മുർസാഹ, എപ്പോഴാണ് അതിന്റെ സംഭവ്യത, എപ്പോഴാണ് അത് നടക്കുക? ഫീമ അൻത മിൻ ദിക്റാഹ, നീ അതിനെക്കുറിച്ച് എന്താണ് മുഹമ്മദെ പറഞ്ഞു കൊടുക്കുക? ഇലാ റബ്ബിക മുൻതഹാഹ, അതിന്റെ പര്യവസാനം അള്ളാഹുലേക്കാണ്. അള്ളാഹ്ക്ക് മാത്രം പറയുന്ന രഹസ്യമായ ഒരു കാര്യമാണ് അന്ത്യസമയം എന്നുള്ളത്. അതിന്റെ മുന്നോടിയായ ചില അടയാളങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് മാത്രം അറിയാം, എപ്പോഴാണ് എന്നുള്ള കൃത്യമായി പറയാൻ കഴിയില്ല. ഖുർആനിൽ ഇതേപോലെ പല ചോദ്യം ചോദിക്കുന്നുണ്ട്. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലിഹാ ലിവഖതിഹാ, അത് അള്ളാഹിന്റെ അടുക്കലാണ് അതിന്റെ അറിവ്. അതിന്റെ കൃത്യസമയത്ത് അള്ളാഹു അത് അറിയിക്കും. ലാ തഅതീകും ഇല്ലാ ബഗ്ത, പെട്ടെന്നല്ലാതെ നൊടിയിട കൊണ്ടാണ് അത് സംഭവിക്കുക. യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. കഅന്നക ഹഫിയുൻ അൻഹാ, നിനക്കതിന് സൂക്ഷ്മജ്ഞാനം ഉള്ളതുപോലെയുണ്ടല്ലോ അവർ നിന്നോട് ചോദിക്കുന്നത്. എന്നാൽ നീ പറയൂ, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, അത് അള്ളാഹുവിന്റെ അടുക്കലാണ് അതിന്റെ അറിവ്. വലാകിൻ അക്സറന്നാസി ലാ യഅലമൂൻ, ജനങ്ങളിൽ അധിക ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ് എന്നൊക്കെ ചോദിച്ചല്ലോ. നബി അത് പറഞ്ഞു കൊടുത്തു. ഇസ്ലാം ഇന്നതാണ്, ഈമാൻ ഇന്നതാണ്. ആ കൂട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അഖ്ബിർനി അനിസ്സാഅ, മുഹമ്മദേ, എപ്പോഴാണ് അന്ത്യസമയം എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൽ മസ്ഊലു ബിഅഅലമി മിനസ്സാഇൽ, ചോദിക്കപ്പെട്ടവൻ ചോദ്യകർത്താവിനേക്കാൾ അതിനറിവുള്ളവനല്ല. മുഹമ്മദ് നബിക്ക് അത് അറിയില്ല എന്നാണ് പറഞ്ഞത്. എന്തിനാണ് അള്ളാഹു സൃഷ്ടികളിൽ നിന്ന് ഇങ്ങനെ ഇത് മറച്ചു വെക്കുന്നത്? ഇതിന്റെ രഹസ്യം ഖുർആൻ പറയുന്നത്, ഇന്നസ്സാഅത ആതിയത്തുൻ അകാദു ഖഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്അ, തീർച്ചയായും അന്ത്യസമയം വരിക തന്നെ ചെയ്യും. അകാദു ഖഫീഹാ, അള്ളാഹു അത് കോപമാക്കി മറച്ചു വച്ചിരിക്കുകയാണ്. അതിന്റെ രഹസ്യം ഓരോ ആളുകൾക്കും അതിന്റെ പ്രതിഫലം നൽകാൻ വേണ്ടി ഒരു ദിനം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. നമ്മുടെ ചിന്തയിൽ അന്ത്യസമയം ഒരുപാട് നീണ്ടു, ഒരുപാട് കാലമുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറയുമ്പോൾ ഖുർആൻ ഒരു സൂറത്ത് 54-ാമത്തെ സൂറത്ത് പിന്നെ ഖമർ തുടങ്ങുന്നത് തന്നെ അന്ത്യസമയം ഇതാ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. സൂറത്ത് മആരിജിൽ കാണാം, ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, അവർ അതിനെ വളരെ വിദൂരമായി കാണുന്നു, എന്നാൽ നാം വളരെ സമീപസ്ഥമായി കാണുന്നു. നോക്കൂ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ അന്ത്യസമയം അടുത്തിരിക്കുന്നു എന്നൊരു തെളിവാണ്.
1,24,000-ലധികം പ്രവാചകന്മാർ ഈ ലോകത്തിലേക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഓരോ കാലങ്ങൾ, യുഗങ്ങൾ കഴിഞ്ഞു, യുഗാന്തരങ്ങൾ കഴിഞ്ഞു. അവസാനം മുഹമ്മദ് നബി, അവസാന ജനതയ്ക്ക് വേണ്ടി, അന്ത്യനാൾ വരെയുള്ള ജനതയ്ക്ക് വേണ്ടി മുഹമ്മദ് നബിയുടെ നിയോഗം, എൻ്റെ ഈ നിയോഗം അന്ത്യസമയം അടുത്തു എന്നതിന് തെളിവാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ബുഇസ്തു, നബി പറയാണ്, ബുഇസ്തു, ബുഖാരി മുസ്ലിം ധരിക്കുന്ന ഹദീസ്, ബുഇസ്തു അന വസ്സാഅ കഹാതൈനി, ഞാനും അന്ത്യസമയം ഇതുപോലെയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അശാറ ബിസ്സബാബ വൽ വുസ്ത, ചൂണ്ടുവിരലും നടുവിരലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, ഞാനും അന്ത്യം ഇതുപോലെയാകുന്നു, ഞാൻ അതാണ് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വേറെ ഹദീസിൽ കാണാൻ നബി ഇത്ര കാലമുള്ള ഖബറിൽ കിടക്കാന്നൊക്കെ ചില ഹദീസുകളൊക്കെ കാണാൻ സാധിക്കും. ഏതായാലും ഇനി അധിക കാലമില്ല എന്നതിന്റെ നിയോഗം, റസൂലുള്ളാഹിന്റെ നിയോഗം തന്നെ അന്ത്യസമയം അടുത്തു എന്നതിന്റെ തെളിവാണ്. നോക്കൂ, മനുഷ്യൻ ഭൗതിക ജീവിതത്തിന്റെ വ്യത്യസ്ത കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അന്ത്യസമയം സംഭവിക്കുക. ഓരോരുത്തരും ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുക, നമ്മളൊരു അവസ്ഥയിലാണ്. അതേപോലെ ചില ജോലികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കും, ചില ആളുകൾ ഓഫീസിലായിരിക്കാം, ചില ആളുകൾ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കാം. ഈ ഒരു അവസ്ഥയിലായിരിക്കും അന്ത്യസമയം വരിക എന്ന അതിന് ഒരുപാട് തെളിവുകൾ അള്ളാഹിന്റെ റസൂല് പല സന്ദർഭങ്ങളിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, അല്ലേ? അത് അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളിൽ തന്നെ കാണാം. ഒരു മനുഷ്യൻ അങ്ങാടിയിൽ പോയി, തൻ്റെ അങ്ങാടിയിൽ ഒരു ഷോപ്പിൽ കയറിയിട്ട്, ഒരു തുണിക്കടയിൽ കയറിയിട്ട് പിന്നെ വസ്ത്രം വാങ്ങുന്നു. അങ്ങനെ വസ്ത്രം വാങ്ങുമ്പോൾ ആ വസ്ത്രം അദ്ദേഹം കച്ചവടക്കാരനുമായി വില പേശുന്നു. അങ്ങനെ വില പേശി അതിനെ വില വാങ്ങാനും സമയമില്ല, വില വാങ്ങിയിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ സമയമില്ല. അതിൻ്റെ ഇടയ്ക്ക് അന്ത്യസമയം സംഭവിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നിവർത്തിയിട്ട് അത് മടക്കാൻ സമയം കിട്ടൂല, അപ്പോൾ അന്ത്യസമയം വരും, അന്ത്യസമയം അടുക്കുമെന്നാണ് കേട്ടോ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഒരാൾ ഒട്ടകത്തെ കറന്നെടുത്ത് അതിൻ്റെ പാലുമായി വരുന്നു. പക്ഷേ പാലുമായി വന്നിട്ട് ആ പാല് കുടിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിക്കുകയില്ല, അതിൻ്റെ മുമ്പ് അന്ത്യസമയം സംഭവിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഒരാൾ ചോറ് കഴിക്കുന്ന ചോറിൻ്റെ ഉരുള വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് വായിലേക്ക് ഇടാൻ സമയമില്ല, അപ്പോഴേക്കും അന്ത്യസമയം വരുന്ന, ഇങ്ങനെ പെട്ടെന്നായിരിക്കും അന്ത്യസമയം അള്ളാഹുവിൻ്റെ ഈ ഓർഡർ, പിന്നെ കൽപ്പന വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നാം ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കുകയും ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ അന്ത്യസമയത്തിൻ്റെ വ്യത്യസ്തമായ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയതായി കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറ പിന്നെ സൂറ മാഊൻ, സൽസല തുടങ്ങുന്നത് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പറഞ്ഞിട്ട് യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിൻ്റെ വർത്തമാനം പറയുമെന്നാണ്. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബി അന്ന റബ്ബക ഔഹാലഹ, ആ ഭൂമിക്ക് അള്ളാഹു വഹി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി അതിൻ്റെ സംസാരം നടത്തുമെന്നൊക്കെയുള്ള പ്രയോഗം കാണാൻ സാധിക്കും. ഭൂമികൾ സംസാരിക്കും, കൈകൾ സംസാരിക്കും, അതുപോലെ തൊലികൾ സംസാരിക്കും, കാലുകൾ സാക്ഷി നിൽക്കുമെന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഖുർആൻ നടത്തിയിട്ടുണ്ട്. ഇത് ഭൗതികമായ കാര്യങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ ഇതൊന്നൊരു അത്ഭുതമായി നമുക്കൊന്ന് തോന്നേണ്ടതില്ല. അതുപോലെ തന്നെ അമ്പരചുംബികളായ പർവ്വതങ്ങൾ, അല്ലെ, ആകാശം മുട്ടി നിൽക്കുന്ന വലിയ പർവ്വതങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകും. ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്, അല്ലെ. സൂറത്തെ അമ്മ ജുസ് എടുത്തു നോക്കിയാൽ അതിൽ ഒരുപാട് സൂറകൾ അന്ത്യസമയത്തെക്കുറിച്ച് പറഞ്ഞ, അതിലധികം വിശ്വാസ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറകളാണ് അതിലധികവും. കാരണം പരലോകവുമായി ബന്ധപ്പെട്ട സ്വർഗ്ഗനരകളുമായി വിശ്വാസ കാര്യങ്ങളാണ് അതിൽ കൂടുതലും. അതിൽ സൂറത്ത് ഇൻഷിഖാഖ്, അതുപോലെ സൂറത്തുൽ ഖാരിഅ, സൂറത്തു തക്വീർ, സൂറത്തുൽ ഇൻഫിതാർ തുടങ്ങിയ സൂറകളൊക്കെ അതിൻ്റെ ഗൗരവം തോന്നിപ്പിക്കുന്ന വചനങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. ഖിയാമത്ത് നാളിനെ നിങ്ങൾക്കാരെങ്കിലും കണ്ണുകൊണ്ട് കാണണോ, നിങ്ങൾ സൂറത്തിൽ കുവ്വിറത്ത് വായിക്കൂ, ഇത് ശംസു കുവ്വിറത്ത് എന്ന സൂറത്ത് നിങ്ങൾ വായിക്കൂ എന്നുള്ളതാണ് റസൂൽ പറഞ്ഞു. നിങ്ങൾക്ക് അന്ത്യനാളിനെ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ നിങ്ങൾ സൂറത്തിൽ ഇൻഫിതാർ വായിക്കൂ,
സൂറത്ത് ഇൻഷിഖാഖ് വായിക്കൂ. എന്താ അതിന്റെ അർത്ഥം? കുവ്വിറത്ത് എന്ന് പറഞ്ഞ സൂറത്തിന്റെ പേരെന്താ? തക്വീർ എന്നാണ്, ചുറ്റിപ്പൊതിയൽ എന്നാണ്. സൂര്യന്റെ പ്രഭ നഷ്ടപ്പെട്ട്, വെളിച്ചം നഷ്ടപ്പെട്ട് അത് പൊലിഞ്ഞു പോകുക എന്നാണ് അതിന്റെ അർത്ഥം, തക്വീർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇൻഫിതാർ എന്ന് പറഞ്ഞാൽ അടർന്നു വീഴൽ, ഉതിർന്നു വീഴൽ, നക്ഷത്രങ്ങൾക്ക് അടർന്നു. ഇദസ്സമാഉ ഫതറത് വഇദൽ കവാകിബു ഇൻതസറത് വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ഖുബൂറു ബുഅസിറത്. സമുദ്രങ്ങൾ പൊട്ടിയൊഴിക്കപ്പെടുമ്പോൾ, അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. സമുദ്രത്തിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സുനാമി, എത്ര സുനാമി പല പേരിലും നമ്മൾ കണ്ടതാണ്. ഇന്ന് അടുത്തിടെ ഇവിടെ അമേരിക്കയിലുണ്ടായ ഒരു ചുഴലിക്കൊടുങ്കാറ്റ്, സമുദ്രത്തിൽ ചുഴലി ഉണ്ടായിട്ടുണ്ടായ സംഭവം നമ്മളൊക്കെ കണ്ണുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. എത്ര എത്ര സുനാമികൾ. സുമാത്ര അല്ലെ, ഒരുപാട് പറയേണ്ടതില്ല. ഫുജ്ജിറത്ത് വഇദൽ ബിഹാറു സുജ്ജിറത്ത്. സമുദ്രം ആളിക്കത്തിക്കപ്പെടുമ്പോൾ, സമുദ്രത്തിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, അതേപോലെ സമുദ്രത്തിൽ ഇവിടെ പുറമെ കരയിലുള്ളത് പോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ലാവ ഒഴുകി പുറത്തേക്ക് ഒഴുകി കത്തുന്നു, സമുദ്രം കത്തി നശിക്കുമെന്നാണ് അന്ത്യനാളിന്റെ അടയാളമായിട്ട് ഖുർആൻ പറയുന്നത്. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ. വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, വൻകാടുകളിലുള്ള ഹിംസജന്തുക്കളൊക്കെ പേടിച്ചരണ്ട് ഭൂമിയുടെ ഈ താളം തെറ്റൽ ഭീകരാവസ്ഥ കാണുമ്പോൾ പേടിച്ചരടൊക്കെ ഒരുമിച്ച് കൂടും, തമ്മിൽ ആക്രമിക്കുകയില്ല. അങ്ങനെ ഒരു അവസ്ഥ വരും. വൈദനിൽ ഖുബൂറു ബുഅസിറത്ത്, ഖബറിലുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ, വൈദൻ നുഫൂസ് സുവ്വിജത്, ആത്മാക്കളൊക്കെ ജീവനുകളൊക്കെ ജീവൻ നൽകി ഒരുമിച്ച് കൂട്ടപ്പെടും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഈ കടലുകൾ കത്തുന്നതും സമുദ്രം പൊട്ടിയെഴുകുന്നതും ഇതൊക്കെ നമ്മൾ അനുഭവത്തിലൂടെ ഭൗതികമായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അന്ത്യനാളിന്റെ മഹാവിസ്ഫോടനങ്ങളുടെ ഫലമായി കൊണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സൂര്യനും നക്ഷത്രങ്ങളൊക്കെ പരസ്പരം കൂട്ടിയിടിച്ച് അതിൻ്റെ പ്രഭ നഷ്ടപ്പെട്ടൊക്കെ തകർന്ന് തരിപ്പണമാവുന്നൊരവസ്ഥ. പർവ്വതങ്ങളൊക്കെ സഞ്ചരിപ്പിക്കപ്പെടും. സുയ്യിറത്ത് എന്ന്, വൽ ജിബാൽ സുയ്യിറത്ത്, വലിയ പർവ്വതങ്ങളെ പൊടിയാക്കിയിട്ട് അതിൻ്റെ ആ ശക്തി നഷ്ടപ്പെട്ട് ഉതിർന്നു വീഴുന്ന മണൽ കൂന പോലെയാക്കുമെന്നുള്ള ഖുർആനിക വചനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിക്ക് കവചമായി നിലകൊണ്ടിരുന്ന, ഞാൻ പറഞ്ഞല്ലോ, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെയും അതുപോലെ തന്നെ കൊള്ളിമീൻ ഈ ഭൂമിയിലേക്ക് പതിക്കാതിരിക്കാനുള്ള പ്രപഞ്ചത്തിലെ ഈ അന്തരീക്ഷ പാളികളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ആകെ തകർന്ന് ഭൂമിയിലേക്കൊന്നും ഇവിടെ ജീവിതം ആകെ ദുസ്സഹമായി അങ്ങനെ ആകെ നാശം വരുന്ന ഒരു സംഭവമാണ്. അതാണ് ഖുർആൻ നമ്മോട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. കൂടുതലായി ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് തുടർന്നും വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ കോതിവിടും അതിൻ്റെ ആശയം കൂടി നമ്മൾ ഉള്ളിലേക്ക് കിടത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. എന്നാലും അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ആകാശത്തെക്കുറിച്ച് ഖുർആൻ പറയും, യൗമ തകൂനു സ്സമാഉ കൽ മുഹ്ൽ. നോക്കി, ഈ കാണുന്നത് കാരണം സമാ അദ്ദുനിയ എന്നാണല്ലോ, ദുനിയാവിലെ ആകാശം. വലഖദ് സയ്യന സമാ അദ്ദുനിയ ബിമസ്വാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ. ഈ ആകാശം എന്ന് പറയുന്നത് ഇതല്ലല്ലോ, ഇത് സമാ അദ്ദുനിയ. സമാ ദുനിയ ദുനിയാവിനോട്, ഇഹലോകത്തോട് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന സമാ ദുനിയ എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ 7 ആകാശം, സബ്അ സമാവാത്ത്. ഇതൊന്നും മനുഷ്യന് ഒന്നാം ആകാശത്തിന്റെ തന്നെ അതിർത്തി ഇതുവരെ മനുഷ്യൻ ശാസ്ത്രം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ നിഗൂഢമായ അള്ളാഹുവിന്റെ മാത്രം അറിവുള്ളത്, ഒരിക്കലും മനുഷ്യന് എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഈ സൂര്യൻ എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേരെന്നെ സൂര്യൻ എന്നാണ്, സൂറത്തു ശംസ്, ഖമർ. ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേരാണ് ഈ സൂര്യൻ എന്നൊക്കെ പറഞ്ഞാൽ. നോക്കൂ നിങ്ങൾ, അനേക കോടി നക്ഷത്രങ്ങൾ, ചെറിയൊരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ. എന്നാൽ ഭൂമിയും സൂര്യനും കൂടി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പം നമ്മൾ അത്ഭുതപ്പെടുത്തും. 13.5 ലക്ഷം ഇരട്ടി വലിപ്പമാണ് ഭൂമിയേക്കാൾ സൂര്യനുള്ളത്. 13.5 ലക്ഷം ഇരട്ടി വലിപ്പങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭൂമി അറിയണ എന്താ? ഈ കാണുന്ന
2 ഭാഗം സമുദ്രവും 1 ഭാഗം കരയും. കര എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നോക്കിയാൽ കര, മരുഭൂമി കൂടെ യാത്ര, അതിൻ്റെ വലിപ്പം നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ മരുഭൂമിയുടെ യാത്ര ചെയ്ത്, അങ്ങനെ അറ്റമില്ലാത്ത മരുഭൂമി, ഈ കാണുന്ന അറ്റമില്ലാത്ത സമുദ്രം, അതിൻ്റെ ആഴങ്ങൾ. പസഫിക് സമുദ്രം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആഴം കൂടിയ സമുദ്രം. എവറസ്റ്റ് കൊടുമുടി പസഫിക്കിലിട്ടാൽ എന്നാലും ബാക്കിയാണ് 11 കിലോമീറ്റർ. അതാ മറീന, എന്താണ് ട്രഞ്ചിയറിന് 11 കിലോമീറ്ററാണ് ആഴം. 11 കിലോമീറ്റർ, 9 കിലോമീറ്ററോളം എവറസ്റ്റിന്റെ നീളം, ഹൈറ്റ്. അപ്പൊ അതൊക്കെ അടങ്ങിയ ഈ ഭൂമിയുടെ വലിപ്പത്തിലാണ്. ഈ ഭൂമിയുടെ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ. എന്നാ സൂര്യനോ ആകാശഗംഗയിലെ ചെറിയൊരു നക്ഷത്രം മാത്രം, നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇതിനേക്കാൾ കിലോമീറ്റർ, ബിഗ് ബാങ് തിയറിയുടെ ഫലമായി പൊട്ടിത്തെറിച്ച് ഈ ഗോളങ്ങളൊക്കെ ഒരു നിശ്ചിതമായ സ്ഥലത്തിങ്ങനെ നിന്നിട്ട് അതിൻ്റെ ഗ്യാപ്പ് എത്ര കിലോമീറ്റർ, പ്രകാശവർഷങ്ങൾ അകലെയാണ്. പ്രകാശവർഷങ്ങൾ അകലെയാണെന്ത് ഈ ഗോളങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഒരു മോതിരം, ഒരു വലിയ മരുഭൂമിയിൽ ഒരു മോതിരം വീണ് കടന്നാൽ ആ മോതിരമാകുന്ന ഭൂമി, മറ്റത് സൂര്യനാണ്. അത്രയും വ്യത്യാസമാണ്. അപ്പം ഈ രൂപത്തിലൊക്കെ അതിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനവും കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഇങ്ങനെ ലോകത്തിൻ്റെ അവസാനം ഈ സംഭവം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഖുർആന്റെ വചനങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ചില വചനങ്ങളുടെ ആശയങ്ങൾ മാത്രമാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് വിശദമായ പഠനം നമുക്ക് നടത്താവുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഈ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആശയം കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഖുർആൻ വായിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് അതിൻ്റെ ആ ഭക്തിയും ആ അള്ളാഹിനെ കുറിച്ചുള്ള പേടിയും ഈ വിചാരമൊക്കെ വരികയുള്ളൂ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ ഒത്തു കൂടിയത് അള്ളാഹു റിസൽ പ്രവർത്തനമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.